ഹായ്. അപ്പോൾ നസ്രിയയും ബേസിൽ ജോസഫൊക്കെ അഭിനേതാക്കളായി എത്തിയിട്ടുള്ള സൂക്ഷ്മദർശിനി സംവിധാനം ചെയ്തിട്ടുള്ളത് ജിതിൻ എം സി ജിതിൻ. അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്, കാരണം അമ്മാതിരി പണ്ണലാണ് പണ്ട് വെച്ചിരിക്കുന്നത്. സംഭവം കഥ ചെറിയൊരു ഒറ്റ പ്ലോട്ട്, സിംഗിളായിട്ടുള്ള നമ്മളൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പ്ലോട്ടാണ് സിനിമയ്ക്കുള്ളത്. പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി, ആ ഒരൊറ്റ രീതി കൊണ്ട് അത് വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ടാണ് സംവിധായകൻ്റെ പേര് ഒന്നുകൂടി എടുത്തു പറയണമെന്ന് പറഞ്ഞത് ജിതിൻ എം സി ജിതിൻ. സിനിമയിൽ പ്രധാനമായിട്ട് നമുക്കറിയാം നസ്രിയുണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്. രണ്ടുപേരും അയൽക്കാരായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു അയൽപക്കത്തെ വീട്ടിൽ നിന്നും ജനാലകളിലൂടെ നോക്കി കഴിയുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കൂടുതലായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ CCTV എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത്, നസ്രിയയുടെ ക്യാരക്ടറാണ്. നസ്രിയാണ് ഇതിനകത്ത് മുഴുവൻ നീളം കൊണ്ടുപോകുന്നത്. അപ്പോൾ നസ്രിയയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ആദ്യത്തെ ഒരു ഷോട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സീനിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. MSc മൈക്രോബയോളജി പഠിച്ചതാണെന്ന് ഒരു സ്ഥലത്ത് റെഫർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഫസ്റ്റ് ഒരു ഷോട്ടിൽ സാധാരണ വീട്, ആ വീടിനകത്ത് ഹസ്ബൻഡ് പാല് തിളപ്പിക്കാൻ വെക്കുന്നു, പാല് തിളച്ച് തുളുമ്പി പോകുന്നു. അത് വളരെ നീറ്റായിട്ട് ഭർത്താവ് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ നസ്രിയ ഒറ്റ ഡയലോഗിൽ വന്നിട്ട് അവിടെ പാല് പോയില്ല എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു സീനായിട്ട്. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നസ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് ആ ഒരൊറ്റ ഷോട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ത്രൂ ഔട്ട് നസ്രിയുടെയും ബേസിലിൻ്റെയും അഭിനയമാണ്. ബേസിലിൻ്റെയൊക്കെ എന്താ പറയുന്നത്, കയ്യിൽ കിട്ടിയ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫഹദ് ഫാസില ചെയ്തിരിച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, കുറേ സിനിമകളിൽ ഫഹദ് ഫാസിൽ ചെയ്തു വെച്ച റോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ബേസിലായതുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ട്, ബേസിലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കയ്യിൽ നിൽക്കുന്ന റോളുകളാണ്. ബേസിലെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പോലെ കയ്യിൽ നിൽക്കുന്ന റോളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നസ്രിയയുടെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. അപ്പോൾ മൊത്തത്തിൽ സിനിമയുടെ മേക്കിംഗ്, ആ ഒരു മേക്കിങ്ങിനെ നമ്മൾ കൈയടി കൊടുക്കണം. അങ്ങനെയാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അല്ലാതിനെങ്കിൽ ഈ ഒരു സിമ്പിൾ പ്ലോട്ടിനെ അതേപോലെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഒന്നും ട്വിസ്റ്റുകളൊന്നും ഇല്ലാതെ ഒരു സിംഗിൾ ലൈനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ ഇത്രത്തോളം വിജയകരമാവില്ല. അതിൻ്റെ മേക്കിംഗ് അത് തന്നെയാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കി നിലനിർത്തുന്നത്. ഒന്നും പറയാനില്ല. താങ്ക്സ് ടു ജിതിൻ MC ആൻഡ് ടീം.